എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൽഷദായ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് സൈക്കോളജിയിലെ തന്നെ മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ്. കേട്ടറ്റ് കാറ്റഗറി 3 എഴുതുന്നവർക്ക് വേണ്ടി ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ ആൻസറുകൾ. കേട്ടറ്റ് കാറ്റഗറി 3യുടെ പേപ്പറുകളാണ് ഇത്. മറ്റ് 2 എഴുതുന്നവർക്കായിരിക്കും ഇത് ഉപകാരം തന്നെയാണ്. എല്ലാവരും ക്ലാസ് വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. കാരണം സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റിവൈസ് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ ഒരു കോൺഫിഡൻസിന് എപ്പോഴും നല്ലതാണ്. സൈക്കോളജി വിഷയം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക, എങ്ങനെയാണ് അതൊക്കെ ഒന്ന് മനസ്സിലാവാൻ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രൊപ്പോസ്ഡ് ബൈ NCERT. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രൊപ്പോസ്ഡ് ബൈ NCERT. ഓർത്ത് വയ്ക്കുക, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രൊപ്പോസ്ഡ് ബൈ NCERT ആണ്. അടുത്തത്, വൺ ഷുഡ് ഹാവ് constant practice in what has once been learned. This indicates one should have constant practice in what has once been learned. This indicates law of use. Law of use ആണത്. One should have constant practice in what has once been learned. This indicates law of use. One should have constant practice in what has once been learned. This indicates law of use. Next one, intellectual activity can be viewed in a 3-dimensional pattern. Who suggested this viewpoint? Intellectual activity can be viewed in a 3-dimensional pattern. Who suggested this viewpoint? ഗിൽഫോർഡ് ആണ്. അദ്ദേഹത്തിൻ്റെയാണ് ഇങ്ങനെ 3 തരത്തിലുള്ള ഈ ഡൈമെൻഷണൽ പാറ്റേണിനെ കുറിച്ച് പറയുന്നത്. ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ക്യാൻ ബി വ്യൂഡ് ഇൻ എ 3-dimensional പാറ്റേൺ. ഹൂ സജസ്റ്റഡ് ദിസ് വ്യൂ പോയിൻറ്റ്? ഗിൽഫോർഡ്. നെക്സ്റ്റ് വൺ, സിനാറ്റിക്സ് ഈസ് എ ടെക്നിക് ഡിസൈൻ ഫോർ പ്രൊമോട്ടിംഗ് ക്രിയേറ്റീവ് സ്റ്റുഡൻറ്റ്. സിനാറ്റിക്സ് ഈസ് എ ടെക്നിക്സ് ഡിസൈൻ ഫോർ പ്രൊമോട്ടിംഗ് ക്രിയേറ്റീവ് സ്റ്റുഡൻസിനെയാണ്. ക്രിയേറ്റീവ് സ്റ്റുഡൻസിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ടെക്നിക്സ് ആണ് എന്ത്? സിനാറ്റിക്സ് എന്ന് പറയുന്നത്. സിനാറ്റിക്സ് ഈസ് എ ടെക്നിക് ഡിസൈൻ ഫോർ പ്രൊമോട്ടിംഗ് ക്രിയേറ്റീവ് സ്റ്റുഡൻസ് ആണ്, സർഗപരതയുള്ള വിദ്യാർത്ഥികളെ. സിനാറ്റിക്സ് ഈസ് എ ടെക്നിക് ഡിസൈൻ ഫോർ പ്രൊമോട്ടിംഗ് ക്രിയേറ്റീവ് സ്റ്റുഡൻസ്. സൈമൾട്ടേനിയസ് ഫോക്കസിംഗ് ഓൺ 2 separate activities is otherwise known as. Simultaneous focusing on 2 separate activities is otherwise known as division of attention. Division of attention ആണ്. Simultaneous focusing on 2 separate activities is otherwise known as division of attention. ഓപ്ഷനിൽ ഇങ്ങനെ സ്പാൻ ഓഫ് അറ്റൻഷൻ, അങ്ങനെ ഡിസ്ട്രാക്ടർ ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ എന്താണിത്? ഡിവിഷൻ ഓഫ് അറ്റൻഷനാണ്. നമുക്ക് ഒരേ സമയം 2 കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ എന്താണ് നമ്മുടെ ശ്രദ്ധയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? ഒന്ന് ശ്രദ്ധിക്കുന്നു, അപ്പോൾ തന്നെ അടുത്ത് ശ്രദ്ധിക്കുന്നു. അല്ലാതെ ഒരുമിച്ച് 2 കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഡിവിഷൻ ഓഫ് അറ്റൻഷനാണ് വരുന്നത്. ശ്രദ്ധ മാറി മാറി വരികയാണ് ചെയ്യുന്നത്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, വീണ്ടും മറ്റൊന്നിൽ നിന്ന്. അത് നമുക്ക് സൈക്കോളജി പഠിക്കുമ്പോൾ ആ പാഠഭാഗങ്ങൾ പഠിക്കാനുണ്ട്. അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ റേഡിയോയിൽ നിന്നൊരു പാട്ട് കേൾക്കുകയാണെങ്കിൽ വിദ്യാർത്ഥിയുടെ ശ്രദ്ധ എന്ത് സംഭവിക്കുന്നു? പഠനത്തിൽ നിന്ന് പാട്ടിലേക്ക് മാറുന്നു. അല്ലാതെ രണ്ടും ഒരുപോലെ കുട്ടി ശ്രദ്ധിക്കുകയല്ല. അവിടെ രണ്ടും കുട്ടി കേൾക്കുന്നുണ്ട്. അതിൽ ശ്രദ്ധ മാറി മാറി വരികയാണ് ചെയ്യുന്നത്. കുട്ടിയുടെ പഠനത്തിൽ ആ ഡിസ്ട്രാക്ട് ചെയ്യുന്നതിനെയാണ് ഡിസ്ട്രാക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ആ റേഡിയോ എന്ന് കേട്ട ഗാനമാണ് ഡിസ്ട്രാക്ടർ എന്ന് പറയുക. ഇതിൽ ഇങ്ങനെ 2 ശ്രദ്ധ മാറി മാറി വരുന്നതാണ് എന്ത്? ഡിവിഷൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ദ ഓതർ ഓഫ് ദ ബുക്ക് കണ്ടീഷൻ റിഫ്ലക്സസ്. കണ്ടീഷൻ റിഫ്ലക്സസ് എന്ന പുസ്തകത്തിൻ്റെ ഓതർ
ഇയാൻ പാവ്ലോവിൻ്റെയാണ് കണ്ടീഷണൽ റിഫ്ലക്സസ്. കണ്ടീഷണൽ റിഫ്ലക്സസ് ആരുടെയാണ്? ഇയാൻ പാവ്ലോവിൻ്റെയാണ്. ദ ഓഥർ ഓഫ് ദ ബുക്ക് കണ്ടീഷൻ റിഫ്ലക്സസ് ഇയാൻ പാവ്ലോവ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻ്റ്? ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ് IQ? വില്യം സ്റ്റേൺ. ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ് IQ ആണ്, വില്യം സ്റ്റേൺ ആണ്. ആ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ചോദിക്കുന്നത്. ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻ്റ് എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? വില്യം സ്റ്റേൺ. അടുത്ത ക്വസ്റ്റ്യൻ, ലേണിംഗ് ഇൻ വൺ സിറ്റുവേഷൻ ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ഇൻ അനദർ സിറ്റുവേഷൻ. ലേണിംഗ് ഇൻ വൺ സിറ്റുവേഷൻ ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ഇൻ അനദർ സിറ്റുവേഷൻ ഈസ് കോൾഡ് ട്രാൻസ്ഫർ ലേണിംഗ്. ലേണിംഗ് ഇൻ വൺ സിറ്റുവേഷൻ ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ഇൻ അനദർ സിറ്റുവേഷൻ ഈസ് കോൾഡ് ട്രാൻസ്ഫർ ലേണിംഗ്. ഒരു സിറ്റുവേഷനിൽ പഠിച്ച കാര്യങ്ങൾ അടുത്ത സിറ്റുവേഷനിലെ പഠനത്തെ ബാധിക്കുന്നതാണ്, ഇൻഫ്ലുവൻസ് സ്വാധീനിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ലേണിംഗ് ഇൻ വൺ സിറ്റുവേഷൻ ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ഇൻ അനദർ സിറ്റുവേഷൻ ഈസ് കോൾഡ് ട്രാൻസ്ഫർ ലേണിംഗ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ക്രിയേറ്റിവിറ്റി? വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ക്രിയേറ്റിവിറ്റി? ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫ്രീഡം, കൺഫോമിറ്റി, കൺവെർജൻറ്റ് തിങ്കിങ്, ഡിപ്പെൻഡൻസി. ഇതിൽ എസെൻഷ്യൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ക്രിയേറ്റിവിറ്റി? ഫ്രീഡം ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ക്രിയേറ്റിവിറ്റി? ഫ്രീഡം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കാറ്റഗറി ഇൻ ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്? നമ്മുടെ ഗാഗ്നയുടെ ശ്രേണിയെക്കുറിച്ച് അത് വ്യക്തമായി പഠിച്ചിരിക്കണം, കാരണം അതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യനുകൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ശ്രേണിയിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതുകൊണ്ട് ആ ശ്രേണി കറക്റ്റാക്കി മനസ്സിലാക്കി വെച്ചാൽ ഇത്തരം ചോദ്യങ്ങൾക്ക് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കാറ്റഗറി ഇൻ ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്? അപ്പോൾ അതിൽ ഓപ്ഷനിൽ ചെയിനിങ് ഉണ്ട്, കൺസെപ്റ്റ് ലേണിംഗ് ഉണ്ട്, സിംബോളിക് അസോസിയേഷൻ ഉണ്ട്, പ്രോബ്ലം സോൾവിംഗ് ഉണ്ട്. ആൻസർ ഈസ് symbolic association. Which of the following is not a category in Gagne's hierarchy of learning? Chaining, concept learning, symbolic association, problem solving. Symbolic association. അതാണ് ഗാഗ്നയുടെ ആ ഹൈറാർക്കി ഓഫ് ലേണിങ്ങിൽ അല്ലാത്തത്, ഇതിലില്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. സിംബോളിക് അസോസിയേഷൻ അദ്ദേഹത്തിൻ്റെ ആ ലേണിംഗ് ഹൈറാർക്കിയിൽ പറയുന്നില്ല. ഇവിടെ ഞാനൊന്ന് ആ ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഒന്ന് കാണിച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. അതിൽ 8 സ്റ്റെപ്പുകളാണ് അതിൽ കാണിക്കുന്നത്. ആദ്യത്തെ സിഗ്നൽ ലേണിംഗ് ആണ്, അടുത്തത് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ലേണിംഗ്, നെക്സ്റ്റ് വൺ ഈസ് ചെയിനിങ്, ഫോർത്ത് വെർബൽ അസോസിയേഷൻ, ഫിഫ്ത്ത് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, സിക്സ്ത്ത് കൺസെപ്റ്റ് ലേണിംഗ്, 7 പ്രിൻസിപ്പിൾ ലേണിംഗ്, 8 പ്രോബ്ലം സോൾവിങ്. അപ്പോൾ ഏതൊക്കെയാണ്? സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കൺസെപ്റ്റ് ലേണിംഗ്, പ്രിൻസിപ്പിൾ ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്. സിഗ്നൽ ലേണിംഗ് ഉണ്ട്, സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ലേണിംഗ് ഉണ്ട്, ചെയിനിങ് ഉണ്ട്, വെർബൽ അസോസിയേഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കൺസെപ്റ്റ് ലേണിംഗ്, പ്രിൻസിപ്പിൾ ലേണിംഗ്. ഏറ്റവും ഫൈനലാണ് ഏത്? പ്രോബ്ലം സോൾവിങ്. ഏറ്റവും ആദ്യത്തെ ഏതാണ്? സിഗ്നൽ ലേണിംഗ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, ഏറ്റവും ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിങ്ങിൽ ഏറ്റവും ആദ്യത്തെ ഏതാണ്, അല്ലെങ്കിൽ അവസാനത്തെ ഏതാണ്, അല്ലെങ്കിൽ ഇതിൽ ഇടയിൽ ഒരെണ്ണം തന്നിട്ട് ചിലപ്പോൾ കൺസെപ്റ്റ് ലേണിംഗ് തരും, അതിന് മുമ്പുള്ളത് ഏതാണ്. ഇത് ഉറപ്പാണ്, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈറാർക്കി ഒന്ന് മനഃപ്പാടമാക്കി വെക്കുന്നത് നിങ്ങൾക്ക് ഈ ചോദ്യം വന്നാൽ ഇങ്ങനെ ഇതിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇതിനെ തരംതിരിച്ച് മറ്റ് പല രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് എപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടേബിള് നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ നമുക്കത് എഴുതാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അടുത്തത് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഫോർ. അതിലിങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ഓപ്ഷൻസ് ഒന്നും എടുത്ത് എഴുതിയിട്ടില്ല. അതിൽ ടീച്ചർ, ഹെഡ് മിസ്ട്രസ്, ലേണർ, അങ്ങനെയൊക്കെ പല പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ടീച്ചർ, പിയർ, ലേണർ, അങ്ങനെ പല ഓപ്ഷൻസ്. അതിൽ ആൻസർ ടീച്ചർ, പിയർ, ലേണർ എന്നതാണ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഫോർ ടീച്ചർ,
പിയർ ലേണർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ദ സ്റ്റിമുലസ് മസ്റ്റ് ബി. അതിൽ ഓപ്ഷൻസിൽ സിമ്പിൾ, പിക്ചോറിയൽ, കോംപ്ലിക്കേറ്റഡ്, ആംബിഗസ്, ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇൻ പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ദ സ്റ്റിമുലസ് മസ്റ്റ് ബി ആംബിഗസ്. ആൻസർ ഈസ് ആംബിഗസ് ആണ്. ഇൻ പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ദ സ്റ്റിമുലസ് മസ്റ്റ് ബി ആംബിഗസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ടൂൾ ഫോർ ഗൈഡൻസ് and counseling? Which of the following can be used as a tool for guidance and counseling? Formative evaluation, standard or norms, report documentation, summative evaluation. Answer is summative evaluation. Which of the following can be used as a tool for guidance and counseling? Summative evaluation. അടുത്ത ക്വസ്റ്റ്യൻ, മൈൽഡ് മെൻ്റലി റിട്ടാർഡ് പീപ്പിൾ ഹാവ് IQs ഓഫ് 40 to 80, 55 to 69, 90 to 110, 120 to 140. ആൻസർ ഈസ് 55 to 69. അതിൽ നമുക്കത് ഒരു ടേബിൾ പോലെ പഠിക്കാനുണ്ട്, അത് തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. IQൻ്റെ ആ ടേബിൾ പഠിച്ചു വെച്ചാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട് അത് ഏതാണെന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻ സാധ്യതയുണ്ട്. മൈൽഡ് മെൻ്റലി റിട്ടാർഡ് പീപ്പിൾ ഹാവ് IQ ഈസ് 40 to 80, 55 to 69, 90 to 110, 120 to 140. ആൻസർ ഈസ് 55 to 69. അടുത്തത്, ഹൂ സെഡ് ദിസ്? ഇൻ്റലിജൻസ് ഈസ് ദ aggregate or global capacity of the individual to act purposefully, to think rationally and deal effectively with his environment. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഹൂ സെഡ് ദിസ്? ഇത് ആരുടെ വാക്കുകളാണെന്നുള്ളതാണ്. ഇൻ്റലിജൻസ് ഈസ് ദ അഗ്രിഗേറ്റ് ഓർ ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ആക്ട് പർപ്പസ്ഫുള്ളി, to think rationally and deal effectively with his environment. ഡേവിഡ് വെഷ്ലറിൻ്റെയാണ്. ഡേവിഡ് വെഷ്ലറിൻ്റെ വാക്കുകളാണ് എന്ത്? ഇൻ്റലിജൻസ് ഈസ് അഗ്രിഗേറ്റ് ഓർ ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ആക്ട് പർപ്പസ്ഫുള്ളി, ടു തിങ്ക് റേഷണലി ആൻഡ് ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ഹിസ് എൻവിയോൺമെൻറ്റ്. അത് ഡേവിഡ് വെഷ്ലറിൻ്റെയാണ്, ഓർത്ത് വയ്ക്കുക. ഡേവിഡ് വെഷ്ലറിൻ്റെ വാക്കുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, the mental ability to arrange things in order is known as seriation. The mental ability to arrange things in order is known as seriation. The mental ability to arrange things in order is known as seriation. Next one, mental activity through which we transform available information in order to reach a conclusion is called reasoning. Mental activity through which we transform available information in order to reach a conclusion is called reasoning. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. മെൻ്റൽ ആക്ടിവിറ്റി ത്രൂ വിച്ച് വി ട്രാൻസ്ഫോം അവൈലബിൾ ഇൻഫർമേഷൻ in order to reach a conclusion is called reasoning. Next one, Stanford-Binet scale measure which of the following attributes of an individual? Aptitude, creativity, intelligence, personality. Intelligence ആണ്. Stanford-Binet scale measure which of the following attributes of an individual is intelligence. Stanford-Binet scale മെഷർ ചെയ്യുന്നത് എന്താണ്? ഇൻ്റലിജൻസ് ആണ്. ഒരാളുടെ ബുദ്ധിശക്തിയെ അളക്കുന്നതാണ്. അതാണ് ഈ സ്റ്റാൻഫോർഡ്-ബിനെറ്റ് സ്കെയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊജക്റ്റീവ് ടെക്നിക്? പ്രൊജക്റ്റീവ് ടെക്നിക്ക് തന്നിരിക്കുന്നതിൽ അല്ലാത്തത് ഏതാണെന്നാണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. റോഷാസ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, ടാറ്റ്, അതുപോലെ തന്നെ
സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് MMPI. അതിൽ ആദ്യത്തെ മൂന്നും എന്ത് തന്നെയാണ്? പ്രൊജക്റ്റീവ് ടെക്നിക്കിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. റോഷ സിംഗ്ബ്ലോ ടെസ്റ്റും അതുപോലെ തന്നെ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റും അതുപോലെ തന്നെ സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റും. ഇതിൽ പ്രൊജക്റ്റീവ് ടെക്നിക് അല്ലാത്തത് ഏതാണ്? MMPI. ടാസ്ക് എഫക്റ്റീവ്നെസ് ഈസ് ഡെവലപ്ഡ് ബൈ യൂസിങ് ഓപ്ഷൻസ് കോൺഫറൻസ്, സെമിനാർ, സിംപോസിയം, വർക്ക്ഷോപ്പ്. ആൻസർ ഈസ് വർക്ക്ഷോപ്പ്. ടാസ്ക് എഫക്റ്റീവ്നെസ് ഈസ് ഡെവലപ്ഡ് ബൈ യൂസിങ്. ടാസ്ക് എഫക്റ്റീവ്നെസ് ഈസ് ഡെവലപ്ഡ് ബൈ യൂസിങ് വർക്ക്ഷോപ്പ്. കോൺഫറൻസ്, സെമിനാർ, സിംപോസിയം, വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പാണ്. ടാസ്ക് എഫക്റ്റീവ്നെസ് ഈസ് ഡെവലപ്ഡ് ബൈ യൂസിങ് വർക്ക്ഷോപ്പ്. ടാസ്ക് എഫക്റ്റീവ്നെസ് ഈസ് ഡെവലപ്ഡ് ബൈ യൂസിങ് വർക്ക്ഷോപ്പാണ്. ഞാനിവിടെ ഏതാനും ചില ക്വസ്റ്റ്യനുകൾ പറയുന്നുണ്ട്, ജസ്റ്റ് അതൊന്ന് കേട്ടിരിക്കുക. അതിൻ്റെ അത് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഹൂ സെഡ് അഡോളസൻസ് ഈസ് എ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി? ഹൂ സെഡ് അഡോളസൻസ് ഈസ് എ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി? ആൻസർ ഈസ് ഹോളിംഗ്വർത്ത്. ഹോളിംഗ്വർത്ത് ആണ് പറഞ്ഞത് അഡോളസൻസ് ആ പീരീഡിനെ പറഞ്ഞത് അതൊരു ടെമ്പററി ഇൻസാനിറ്റി എന്നാണ്. അതായത് താൽക്കാലിക മതിഭ്രമത്തിൻ്റെ കാലം എന്ന് അഡോളസൻസിനെ കൗമാരകാലത്തെ പറഞ്ഞത് ആരാണ്? ഹോളിംഗ്വർത്താണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. കൗമാരത്തെ സ്റ്റാൻലി ഹാൾ വിശേഷിപ്പിച്ചത് ഇറ്റ്സ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രൈൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ്. ഇത് മാറിപ്പോവരുത്. കൗമാരകാലത്തെ സ്ട്രെസ് ആൻഡ് സ്ട്രൈൻ എന്നും സ്റ്റോം ആൻഡ് സ്ട്രൈഫ് എന്നും പറഞ്ഞത് ആരാണ്? സ്റ്റാൻലി ഹാളാണ്. എന്നാൽ ഇറ്റ്സ് എ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി എന്ന് പറഞ്ഞത് താൽക്കാലിക മതിഭ്രമത്തിൻ്റെ കാലം എന്ന് ഈ കൗമാരകാലത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഹോളിംഗ്വർത്ത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേത് വേണമെങ്കിലും പരീക്ഷയ്ക്ക് രണ്ടും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും മനസ്സിൽ ഓർത്ത് വയ്ക്കുക. പ്രത്യേകിച്ച് കാറ്റഗറി 3 എഴുതുന്നവർക്ക് അഡോളസൻസിൻ്റെ ഭാഗത്തിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യനുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം നന്നായി പഠിച്ചു വെക്കണം. എല്ലാം ഒരുപോലെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എങ്കിലും അഡോളസൻസ് ഒക്കെ ഒന്ന് ഇത്തിരി കൂടുതൽ നോക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഈ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് പിയാഷെയുടെയും തിയറി ഉണ്ട്, അതുപോലെ തന്നെ ബ്രൂണറിൻ്റെയും തിയറി ഉണ്ട്. അതിലത്തെ ഏജുകളും അതുപോലെ തന്നെ ആ സ്റ്റേജസിൻ്റെ പേരുകളും അതൊക്കെ ധാരാളം ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അത് നന്നായി പഠിച്ചു വെക്കണം. ഞാൻ ജസ്റ്റ് അതൊന്ന് ഇവിടെ ഏതാണ് ആ സ്റ്റേജുകൾ എന്നൊന്ന് പറഞ്ഞു പോവാം. പിയാഷെ സ്റ്റേജ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ 5 സ്റ്റേജസ് ആണുള്ളത്. അത് സെൻസറി മോട്ടോർ സ്റ്റേജ്, അത് ഫസ്റ്റ് 2 years ആണ്. ദെൻ പ്രീ കൺസെപ്ഷണൽ സ്റ്റേജ് 2 to 4 years ആണ്. അടുത്തത് ഇൻറ്റ്യൂറ്റീവ് സ്റ്റേജ് ആണ് 4 to 7 years. നെക്സ്റ്റ് വൺ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 to 12 years. ഫിഫ്ത്ത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അത് 12 years to അഡൾട്ട്ഹുഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 5 സ്റ്റേജുകളാണുള്ളത്. ഏതൊക്കെയാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ കൺസെപ്ഷണൽ സ്റ്റേജ്, ഇൻറ്റ്യൂറ്റീവ് സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ ഏതൊക്കെയാണ്? 5 സ്റ്റേജസ് ആണ് അദ്ദേഹത്തിൻ്റെ. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ കൺസെപ്ഷണൽ സ്റ്റേജ്, ഇൻറ്റ്യൂറ്റീവ് സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇനി ആ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തന്നെ ബ്രൂണറിൻ്റെ സ്റ്റേജസ് ഒന്ന് നമുക്ക് പറയാം. അത് ഒന്ന് എനേക്റ്റീവ് സ്റ്റേജാണ്, ദെൻ ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേജസിൽ അദ്ദേഹം വയസ്സ് ഏജ് പ്രത്യേകമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നില്ല. ബ്രൂണറിൻ്റെ ഏതൊക്കെയാണ്? എനേക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് പിയാഷെയുടെ തിയറിയും അതുപോലെ തന്നെ ജെറോമസ് ബ്രൂണറിൻ്റെ തിയറിയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ആ സ്റ്റേജസും അതിൻ്റെ വയസ്സുകളും നമ്മൾ പഠിച്ചു വെക്കുക. അത് ആരുടെയാണെന്ന് വ്യക്തമായിട്ടൊരു ധാരണ വേണം. ബ്രൂണറിൻ്റെ ഏതൊക്കെയാണ്? ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം എന്നൊക്കെയാണ് മലയാളം ടെക്സ്റ്റിലുള്ളത്. ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ് എന്നിവയാണ്.
അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട തിയറികളാണ് ഹേവി ഗസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ടാസ്ക്, അതുപോലെ തന്നെ കോൾബർഗിൻ്റെ തിയറി. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പാവ്ലോവും അതുപോലെ തൊണ്ടേക്ക് ഇവരുടെയൊക്കെ ചില പരീക്ഷണങ്ങളുടെ തിയറികളുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളാണ്. അപ്പോൾ അതെല്ലാം തിയറികളെല്ലാം പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടറ്റിൻ്റെ എക്സാം വളരെ എളുപ്പമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.